ഫീൽഡ് റിപ്പോർട്ട് കൂടി ഞങ്ങൾ അവസാനിച്ചു. ശേഷം ഷാജസ് മീഡിയ വ്ളോഗറായിരുന്ന ഷാജഹാൻ്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കുള്ള പാട്ടും അരങ്ങുകളുണ്ടായിരുന്നത്. അതിനുശേഷം ക്യാമ്പ് ഫയറോട് കൂടി ഇന്നത്തെ സെക്ഷൻ അവസാനിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് പാടാൻ വന്നിട്ടുള്ളത് വീതനശ്ശേരിയുള്ളതാണ് ഷാജഹാൻ. ഒരു ബ്ലോഗൊക്കെ ഉണ്ടാവും, ഷാജോസ് മീഡിയ. ഒന്ന് യൂട്യൂബിൽ നോക്കണ്ടേ. എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിലൊക്കെ ഒപ്പം പഠിച്ച ആളുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അയൽവാസിയുമായ ഷാജഹാനാണ്. ഷാജഹാൻ നമുക്ക് കുറെ പാട്ടുകളും നിങ്ങളോടൊപ്പം പാട്ടും പാടി നമുക്ക് ഈ സെക്ഷനും കൂടി അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മള് എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയിരുന്നു നമ്മളുടെ ഇന്ന് നമ്മുടെ ക്യാമ്പ് നമ്മൾ കൈകാര്യം ചെയ്തത്. ക്യാമ്പ് ഫയർ ഇന്ന് ഫുള്ള് വൈബായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് പാഠപുസ്തകം നമ്മളിന്ന് തൊടാത്തൊരു ദിവസമാണ് അല്ലെ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുറെ പാട്ടും അതുപോലെ തന്നെ ക്രാഫ്റ്റും ശാസ്ത്ര പരീക്ഷണങ്ങളും ഫീൽഡ് ട്രിപ്പും അല്ലെ, അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇവിടെ എത്തി. ഇനി നമുക്ക് നമ്മുടെ ഷാജഹാന്റെ കൂടെ കുറച്ച് പാട്ടും കൂടി പാടി ക്യാമ്പ് ഫയർ നടത്തി ഭക്ഷണം കഴിച്ച് നമുക്കുണ്ട് പിരിയാം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് അടിച്ചു പൊളിച്ചു അല്ലെ. ഇനി നിങ്ങൾ വലിയ കുട്ടികളാവുമ്പോ +2ലേക്ക് എത്തുമ്പോ NSSന്റെ ക്യാമ്പ് ഉണ്ട്. നിങ്ങളെ കാക്കുമാരും താത്തമാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പോകാൻ പൂതിയിലായിരുന്നോ? അപ്പൊ ഇനി അതുപോലെ +2 എത്തുമ്പോ നിങ്ങൾ ഇതുപോലുള്ള ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് അന്നതുപോലെ ഒരു ദിവസം ഒന്നല്ല 7 ദിവസത്തെ ക്യാമ്പായിരിക്കും. അപ്പൊ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനി നാടിന്റെ വെട്ടം കളയരുതേ, മഴയത്തും വെയിലത്തും കയറരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും. അപ്പൊ ഞാന് എന്റെ പേര് ഷാജഹാൻ, ഷാജു എന്നാണ് വിളിക്കുക. വീതനശ്ശേരിയാണ് വീട്. അപ്പോ ഇന്ന് ഞാനിപ്പോ നമ്മുടെ സജിൽ മാഷിന്റെ ഒപ്പം പഠിച്ചാണൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എനിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനല്. അപ്പൊ ചെറിയ ബ്ലോഗ് ചെയ്യലുണ്ട്. ഷാജൂസ് മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോ എല്ലാരും ഒന്ന് അടിച്ചു നോക്കൂല കേട്ടോ. ഞാൻ എപ്പോഴും പാട്ട് പാടുമ്പോ ഉമ്മാനെ കുറിച്ചോ ഉപ്പാനെ കുറിച്ചാണ് പാടാൻ എനിക്കിഷ്ടം. ഉമ്മാനെ കുറിച്ചാണ് കൂടുതൽ പാട്ട് പാടാന്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മാനെ ഉപ്പാനെ കുറിച്ച് കാണുന്ന എനിക്കൊരു പാട്ട് എഴുതി തരുന്ന ദിവസമോ ഒരു 2 വർഷം മുമ്പാണ് എനിക്ക് എഴുതി തന്ന പാട്ട്. എൻ്റെ 2 വരി പാടാം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഉമ്മയും ഉപ്പയും ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മളെ ഏറ്റവും നല്ല കാലം. ഉമ്മയും ഉപ്പയും ഉണ്ടാവുമ്പോഴാണ് അത്. പിന്നെ നിങ്ങളെ ഈ കുട്ടിക്കാലം ഇപ്പൊ നിങ്ങൾക്ക് കളിക്കാൻ പഠിക്കാൻ അവസരങ്ങളുണ്ട്, പഠിച്ചോളി. കാരണം എന്നോടൊക്കെ അന്ന് ചെറുപ്പത്തിൽ പഠിക്കാൻ പറഞ്ഞപ്പോ ഞാനൊന്നും ശരിക്കും പഠിച്ചില്ല. എൻ്റെ ഒപ്പം നടന്ന് സജിലൊക്കെ പഠിച്ച് മാസായി. അപ്പോ അതിന്റെ പിന്നെ കുറവുകള്, പഠിക്കാത്തതിന്റെ കുറവുകള് ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളെല്ലാവരും പഠിക്കുക. പിന്നെ ഉമ്മയിപ്പൊക്കെ പറയുമ്പോ അതേമാതിരി മാഷന്മാര് ടീച്ചർമാരൊക്കെ നോട് ചീത്തൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ അവനോട് ദേഷ്യം തോന്നും. ഭാവിയിൽ നിങ്ങൾക്ക് തോന്നും അന്ന് പറഞ്ഞത് ശരിയായി, കേട്ടാൽ മതിയായി. കാരണം ഞങ്ങളൊക്കെ ഇപ്പോൾ ഇന്നൊക്കെ പഠിപ്പിച്ച 1ാം ക്ലാസ് 2ാം ക്ലാസ് 4ാം ക്ലാസ് വരെയുള്ള ടീച്ചർമാരെയും മാഷന്മാരെയും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓലൊക്കെ നമ്മളെ നല്ലതിന് വേണ്ടി അത്രയും പറഞ്ഞതില്ല. പിന്നെ ഓരോരോ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല ശരിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചോളി. അപ്പൊ ആ ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ച് 2 വരി. അത് എനിക്ക് മുഴുവൻ ഇപ്പൊ കിട്ടൂല, ഞാൻ മറന്നുപോയി. എന്റെ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് കണ്ടോ. ഉള്ള കാലം ഓർക്കണേ, അതാണ് തേൻ സുവർണ്ണ കാലം. ആ മണിദീപങ്ങൾ അണഞ്ഞു പോയാൽ പിന്നെ ആ മണിദീപങ്ങൾ
ഓർക്കണേ അതാണ് തേൻ സുവർണ്ണകാലം. ആ മണിദീപങ്ങൾ അണഞ്ഞു പോയാൽ പിന്നെ ഏതു പ്രായത്തിലും അനാഥരാകും നമ്മളെ ഗാന്ധലോകത്തായി എന്ന് തോന്നും. കൂരിരുൾ വീണൊരാ ജാലകവാതിലിൽ ആരും വിളിക്കാതെയാകും. കൂരിരുൾ വീണൊരാ ജാലകവാതിലിൽ ആരും വിളിക്കാതെയാകും. കരളകം നീറി നീറി കവിളിടം വാടി വാടി കണ്ണുനീർ തോരാതെയാകും. കരളകം നീറി നീറി കവിളിടം വാടി വാടി കണ്ണുനീർ തോരാതെയാകും. ഉമ്മയും മുപ്പയും ഉള്ള കാലം ഓർക്കണേ അതാണ് തേൻ സുവർണ്ണകാലം. ആ മണിദീപങ്ങൾ അണഞ്ഞു പോയാൽ പിന്നെ ഏതു പ്രായത്തിലും അനാഥരാകും നമ്മളെ ഗാന്ധലോകത്തായി എന്ന് തോന്നും. താങ്ക് യു. Thank you.
പടച്ചപ്പോൾ മിഴികൾ കരി കൊണ്ട് വരച്ചപ്പോൾ എന്നെയോർത്തു കാണും, എൻ്റെ ഇഷ്ടമോർത്തു കാണും. മുടി ചുരുൾ കൊണ്ട് നിറച്ചപ്പോൾ കവിൾ ചുഴികൾ തുളച്ചപ്പോൾ എന്നെയോർത്തു കാണും, എൻ്റെ മോഹമോർത്തു കാണും. തൊട്ടു ഞാനിരുന്നു പാലപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു, കണ്ണാടിപ്പുഴ പാടി പുല്ലാനി കതിരാടി, നീ മാത്രമെന്തേ വന്നില്ല, നീ മാത്രമെന്തേ വന്നില്ല. വട്ടയില പന്തലിട്ട് തൊട്ടു തൊട്ടു ഞാനിരുന്നു, പാലപ്പൂ തുമ്പികളോ കൂട്ടുവന്നു, കണ്ണാടിപ്പുഴ പാടി പുല്ലാനി കതിരാടി, നീ മാത്രമെന്തേ വന്നില്ല, നീ മാത്രമെന്തേ വന്നില്ല. ബാക്കി കിട്ടണം. പറയുന്നത് സമമന്നത് താങ്ങുന്നത് തലക്കുള്ളിൽ പെണ്ണുവിന്റെ തലച്ചോറിയുള്ള ഭാര്യയുടെ എല്ലോടൊരു പട 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 പടച്ചിട്ട് പടച്ചോതൊരു പടപ്പാടത് മനജാതി മറക്കേണ്ടത് എല്ലാവരും എടപ്പലം AMLP സ്കൂളിൽ ഇന്ന് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇന്നിവിടെ ഒരു ഹൃദ്യം എന്ന പേരിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. നമ്മൾ വിവിധ സെക്ഷനിലോട് കൂടിയാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. രാവിലത്തെ നമുക്ക് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ സാഹിത്യകാരനും കലാകാരനുമായ N. അബ്ദുൽ ഗഫൂർ സാറായിരുന്നു മുഖ്യാതിഥിയായി എത്തിയത്. അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് ക്രാഫ്റ്റിലൂടെ പരിശീലനം നേടി. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ശാസ്ത്ര പരീക്ഷണമാണ് ചെയ്തത്. നമ്മുടെ എരഞ്ഞിക്കുന്ന് സ്കൂളിലെ പ്രധാനാധ്യാപകനായിരുന്ന വിനയൻ സാറായിരുന്നു നമുക്ക് ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ഫീൽഡ് റിപ്പോർട്ട് കൂടി ഞങ്ങൾ അവസാനിച്ചു. ശേഷം ഷാജസ് മീഡിയ വ്ളോഗറായിരുന്ന ഷാജഹാൻ്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കുള്ള പാട്ടും അരങ്ങുകളുണ്ടായിരുന്നത്. അതിനുശേഷം ക്യാമ്പ് ഫയറോട് കൂടി ഇന്നത്തെ സെക്ഷൻ അവസാനിക്കുകയായിരുന്നു. മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? സൂപ്പർ അല്ലേ?